ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവകൃപയാൽ ഒരു ദിനം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നതിനായ ദൈവത്തിന് സ്തുതി, ദൈവത്തിന് മഹത്വം. അവിടുത്തെ പരിശുദ്ധ നാമം നമ്മളിൽ എല്ലാവരിൽ കൂടെയും മഹത്വപ്പെടുമാറാകട്ടെ. 33-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. വളരെ ആഴമേറിയ ഗഹനമായ സത്യങ്ങൾ, ഭാഗ്യവർണ്ണനകളൊക്കെ അടങ്ങുന്ന 32-ാം സങ്കീർത്തനത്തിന് ശേഷം ഇവിടെ 33-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ പ്രത്യേക ശീർഷകമൊന്നും അതിനകത്ത് കാണുന്നില്ല. എങ്കിലും ഇത് പലപ്പോഴും വളരെ അത്യുജ്വലമായ സൃഷ്ടിയെ ഒക്കെ വിവരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർക്കും പ്രകൃതി നിരീക്ഷകർക്കും എല്ലാവർക്കും എല്ലാ തരത്തിലുള്ളവർക്ക് ഉത്തരമേകുന്ന ഒരു സങ്കീർത്തനമായിട്ടാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ദൈവത്തിൻ്റെ സർവ്വശക്തി, ദ ഗ്രേറ്റ്നെസ് ആൻഡ് ദ ഗുഡ്നെസ് ഓഫ് ഗോഡ് എന്ന് വേണമെങ്കിൽ പറയാം. ദൈവത്തിൻ്റെ സർവ്വശക്തിയും അവൻ്റെ നന്മയും അവൻ്റെ മഹത്വവും എല്ലാം വർണ്ണിക്കുന്നതാണ് ഈ സങ്കീർത്തനം എന്ന് പറയുന്നത്. തുടങ്ങുന്നത് തന്നെ നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ. റൈച്ചിയസ് മാൻ, നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കുകയും. നീതിമാനാകുക എന്നുള്ളത് എങ്ങനെ? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല ദൈവം പറയുമ്പോൾ എങ്ങനെ നീതിമാനാകാം? അവൻ്റെ കൃപയാൽ നമ്മൾ നീതീകരിക്കപ്പെടുക, യേശുവിൻ്റെ ക്രൂശിലെ യാഗത്താൽ നമ്മൾ നീതീകരിക്കപ്പെടുക, യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ നീതീകരിക്കപ്പെടുക, അതിൻ്റെ ആത്മാവിനാൽ നമ്മൾ നീതീകരിക്കപ്പെടുക, ദൈവവചനത്താൽ നമ്മൾ നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ച് നീതിമാന്മാരുടെ അനുഭവത്തിലേക്ക് വരുന്നു. അങ്ങനെയുള്ളവരോടുള്ള ആഹ്വാനമാണ് നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ. എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, പക്ഷെ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളല്ല. മക്കളാകുവാൻ അവനൊരു ഇത് വെച്ചിട്ടുണ്ട്. എന്താണ് മക്കൾ? എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്, പക്ഷെ എല്ലാവരും മക്കളല്ല. മക്കളാകണമെങ്കിൽ ഒരു വ്യവസ്ഥ ദൈവം വെച്ചിട്ടുണ്ട്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു. അത് ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവം നമുക്ക് തരുന്നത്. അഡോപ്ഷനാണ് അവിടെ നടക്കുന്നത്. നമ്മളെ ചേർത്ത് കൊടുക്കുക, നമ്മളെ ദത്തെടുക്കുകയാണ്. എഫെസ്യർ ലേഖനത്തിലൊക്കെ പറയും, നമ്മളെ അവൻ്റെ മക്കളെ ദത്തെടുക്കുകയാണ്. അപ്പോൾ നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കുവിൻ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. സ്തുതിക്കുക എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ സ്തോത്രം ചെയ്യുക. പ്ലിനി എന്ന ഇത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആദിമ ക്രിസ്ത്യാനിയെക്കുറിച്ച് പറയുന്നത്, സൂര്യോദയത്തിന് മുമ്പ് തന്നെ അവർ പതിവായി ഒരുമിച്ച് കൂടി ക്രിസ്തുവിനെ മഹത്വം ദൈവമായി പാടിപ്പുകഴ്ത്തുന്നുവെന്നാണ്. പിന്നെ വിശുദ്ധ ജെറോം പറയുന്ന യെരുശലേം നഗരത്തിൽ അവിടെ പറയുന്ന വഴിയരികിൽ കൂടെ എല്ലാം നടക്കും, വീടുകളിൽ നിന്നെല്ലാം പാട്ടും സങ്കീർത്തനങ്ങളും ദൈവത്തെ നിന്ന് സ്തുതിക്കുന്ന ശബ്ദങ്ങളും ഒക്കെ സന്ധ്യയുടെയും പ്രഭാത നിശബ്ദയിൽ മുഴുകിക്കേൾക്കുമെന്നാണ്. അതുകൊണ്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്, സ്തുതിക്കുന്നത്, ഇതെല്ലാം പരസ്യാരാധനയിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ രഹസ്യവും പരസ്യവും എല്ലാ ജീവിതങ്ങളിലും ദൈവഹിതത്തിന് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് ഇടയായിത്തീരണം. ഇന്ന് നമ്മൾ കാണുകയാണ് എങ്ങനെയൊക്കെ വായിക്കണമെന്നാണ്. ഒന്നാമത്തെ പോർഷൻ എന്ന് പറയുന്നത് 33-ാമത്തെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. കുറേ കാര്യങ്ങൾ ദൈവികമായ ദൈവത്തിൻ്റെ പക്ഷത്തു നിന്ന് പറയുകയാണ്. ഇവിടെ കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, 10 കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവീൻ. 10 കമ്പിയുള്ള വീണയെ കൊണ്ട് പറഞ്ഞിരിക്കുക, പുറമെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നുമില്ലെങ്കിൽ നമ്മളിൽ ഒരു 10 കമ്പിയുണ്ടെന്ന്. നമ്മുടെ 10 വിരലുകളാണത്. ഇപ്പോൾ കൈത്താളം എന്ന് പറയുന്നതാണ്. ഈ കൈത്താളമോടെ ദൈവത്തെ സ്തുതിപ്പിന്ന് പറയുമ്പോൾ കൈകൊട്ടുന്നതല്ല അതിൻ്റെ അർത്ഥം നമ്മൾക്ക്. എന്നാൽ കൈകൊട്ടുന്നത് അതിൻ്റെ ഒരു ഇതിലാണ്. അത് പഴയ നിയമത്തിൽ പറയുമ്പോൾ കൈത്താളം എന്ന് പറയുമ്പോൾ വേറെ ഒരു ഇങ്ങനെ കയ്യിൽ വെച്ച് അടിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിനാണ് അത് പറയുന്നത് സങ്കീർത്തനത്തിലൊക്കെ. പക്ഷെ അതിങ്ങനെയും അതിൻ്റെ വയ്ക്കാൻ വരുന്നുണ്ട്. 10 കമ്പിയുള്ള എന്ന് പറയുമ്പോൾ നമ്മുടെ കൈകളുടെ സ്വരങ്ങൾ. അവന് പുതിയ പാട്ട് പാടുവീൻ, ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിക്കുവീൻ. യഹോവയുടെ വചനം നേരുള്ളത്, അവൻ്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളത്. അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. എത്ര മനോഹരമാണ്! ദൈവത്തിൻ്റെ ദയ കൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നതെന്ന്. ദൈവത്തിൻ്റെ ദയ കൊണ്ടാണ് ഭൂമി നിറഞ്ഞിരിക്കുന്നത്. ഇനി അവിടെ പറയുക, എല്ലാ ഈ ഗഗനമേറിയ എല്ലാം ആരുണ്ടാക്കിയെന്നൊക്കെ അന്വേഷിച്ച് പോകുന്നവർക്ക് വളരെ ചുരുക്കത്തിലൊരു വാക്ക് പറയുക, യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി എന്ന്. അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നവൻ ആഴികളെ ഭണ്ഡാരഗ്രഹങ്ങളിൽ സംഗ്രഹിക്കുന്നു. അവൻ ആഴികളെ ഭണ്ഡാരഗ്രഹത്തിൽ സംഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്.
ഇവിടെ ദൈവത്തിൻ്റെ സർവശക്തി, അത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒരു കുട്ടി പറഞ്ഞെന്നാ പറയുന്നത്. ഓസ്ട്രേലിയയിലൊരു കുട്ടി, അപ്പോൾ ഒരു വിസിറ്റേഴ്സ് അദ്ദേഹം സംശയപ്പോൾ എന്നെ പറയാം, ആകുച്ച് പറഞ്ഞു, ഞാൻ ചെറിയ ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അവിടെ സോഷ്യൽ സ്റ്റഡീസ് മാത്സൊക്കെ ആയിരിക്കും പഠിക്കുന്നതെന്ന് പറഞ്ഞു. ആ കുട്ടി പറഞ്ഞില്ല, മതത്തെക്കുറിച്ച്, ഞങ്ങളുടെ ചെറിയ മതത്തെക്കുറിച്ചും പഠിപ്പിക്കുന്നുണ്ട്. ഓ ശരി. പിന്നെ പറഞ്ഞു, ചേട്ടനൊക്കെ പഠിക്കുന്നത് അവിടെ വലിയ മതത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. അതെന്താ വലിയ മതവും ചെറിയ മതവും? ഇപ്പം ചെറിയ, ഞങ്ങൾ ദൈവം എല്ലാം സൃഷ്ടിച്ചെന്ന് പഠിപ്പിക്കും. ചേട്ടൻ്റെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കുരങ്ങിൽ നിന്നുള്ളവരാണ് വരുന്നത് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് ആ കുട്ടി നിഷ്കളങ്കമായ എൻ്റെ ഉത്തരത്തിൽ അതിൽ പറയുന്നതാണ്. എത്ര മൂഢരായിപ്പോയി മനുഷ്യനല്ലേ. ദൈവം തൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിച്ച് സവിശേഷമായ ബുദ്ധിയും വിശേഷ വിധികളും എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മനുഷ്യൻ, അവനെ മനുഷ്യനോട് മൃഗത്തോട് തുലനം ചെയ്യുക. മൃഗത്തിന് ഒരു കോൺക്രീറ്റ് നോളേജേ ഉള്ളൂ, അത് അന്നും ഇന്നും അതുപോലെ തന്നെ. എന്നാൽ മനുഷ്യൻ എങ്ങനെയാണോ എല്ലാറ്റിനെയും കീഴടക്കി ഭരിച്ച് അതിനെല്ലാം നിയന്ത്രിച്ച് നടത്തുന്ന ഒരു ദൈവത്തിൻ്റെ പതിപ്പല്ലേ, ദൈവസൃഷ്ടിയുടെ ദൈവസ്വരൂപത്തിൻ്റെ പതിപ്പല്ലേ മനുഷ്യനെന്ന് പറയുന്നത്. അത് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്ന എത്ര ദൗർബല്യമാണ്, എത്ര നശ്വരമായ, എത്ര അത് എങ്ങനെയാണ് അത് വിവരിക്കേണ്ടത്? ഇവിടെ പറയുകയാണ്, അവൻ സമുദ്രത്തിലുള്ള അവൻ ആഴികളെ ഭണ്ഡാരങ്ങൾ സംഭരിക്കുന്നു. 8-ാം വാക്യം, അതുകൊണ്ട് സകല ഭൂവാസികളും യഹോവയെ ഭയപ്പെടട്ടെ, ഭൂതലത്തിൽ പാർക്കുന്നവരൊക്കെ അവനെ ശങ്കിക്കട്ടെ. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. ചുരുക്കി പറയുന്ന ഇങ്ങനെയുണ്ട്, ദൈവം പറഞ്ഞു അങ്ങനെ സംഭവിച്ചു എന്ന പ്രസ്താവനയോടെ പഴയ നിയമം, ഓൾഡ് ടെസ്റ്റമെൻ്റ് അതാ പറയുന്നത്, ദൈവം പറഞ്ഞു അങ്ങനെ സംഭവിച്ചു. എന്നാൽ പുതിയ നിയമമോ, ദൈവത്തിൻ്റെ വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു എന്നുള്ള സദ്വർത്തമാനം. അതാണ് ന്യൂ ഗോസ്പൽ എന്ന് പറയുന്നത്. പഴയ നിയമം ദൈവം അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. പുതിയ നിയമമോ, വചനം ജഡമായി തീർന്നു, കൃപയും സത്യം എന്ന് പറഞ്ഞു ഞാൻ നമ്മുടെ ഇടയിൽ പാർത്തു. അതാ പുതിയ നിയമം എന്ന് പറയുന്നത്, യേശു ക്രിസ്തു. യഹോവ ജാതികളുടെ ആലോചന വ്യർത്ഥമാക്കുന്നു, വംശങ്ങളിലെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു. യഹോവയുടെ ആലോചന ശാശ്വതമായ, അവൻ്റെ ഹൃദ്വാരങ്ങൾ തലമുറയായി നിൽക്കുന്നു. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളതും. അത് ദൈവജനമായിരിക്കുന്നത്, ദൈവത്തെ തിരിച്ചറിയുന്നത് എത്ര മനോഹരമാണ്, എത്ര ഇതാണ്. അതാ വളരെ മനോഹരമായിട്ടുള്ള ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് നാം എന്നുള്ളതായ ആ വലിയ ഒരു സത്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ഇനി 13 വാക്യങ്ങൾ വേറൊരു രീതിയിലേക്ക് തിരിക്കുകയാണ്. അവിടെ പറയാണ്, യഹോവ സ്വർഗ്ഗത്തിൽ നോക്കുന്നു. നമ്മൾ മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്, ദൈവം മനുഷ്യപുത്രന്മാരെയൊക്കെ നോക്കുന്നു, എല്ലാവരും വഷളന്മാരായി ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗ്ഗം നോക്കുന്നു എന്നൊരു സങ്കീർത്തനം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെയും പറയാം, യഹോവ സ്വർഗ്ഗത്തിൽ നോക്കുക, അത് നോക്കുന്നു, മനുഷ്യപുത്രന്മാരൊക്കെയും കാണുന്നു. അവൻ്റെ വാസസ്ഥലത്തുനിന്ന് സർവ്വഭൂവാസികളെയും നോക്കുന്നു. അവനവരുടെ ഹൃദയങ്ങൾ ഒരുപോലെ മനഞ്ഞിരിക്കുന്നു, അവരുടെ പ്രവൃത്തികളൊക്കെയും അവൻ ഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവം നോക്കുക, സർവ്വഭൂവാസികളെ നോക്കുക. ദൈവമാണ് അവരുടെ ഹൃദയങ്ങളെല്ലാം മനഞ്ഞിരിക്കുന്നത്. എന്നാൽ അത് ഉപയോഗപ്പെടുത്തുന്നു. ഇപ്പോൾ നമ്മൾ സൂര്യപ്രകാശമുണ്ട്, ചൂടും വെളിച്ചവും ഒക്കെ തരിക എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും എല്ലാം ദൈവം ദാനമായി നൽകുക. എന്നാൽ ഇതേ സൂര്യപ്രകാശത്തെ ഒരു ലെൻസിൽ കൂടെ കേന്ദ്രീകരിച്ച് നമുക്കതിനെ തീ പിടിപ്പിക്കാം, മറ്റൊരു വസ്തുവിനെ കത്തിക്കുവാനായിട്ട് ഉപയോഗിക്കാം. അത് കേന്ദ്രീകരിക്കണം, അത് സെൻട്രലൈസ് ചെയ്യണം. അതൊരു ലെൻസിലേക്ക് ആ കിരണങ്ങൾ വന്ന് പതിപ്പിച്ച് അതിൽ കൂടെ കടത്തി വിടുമ്പോൾ അതിന് മറ്റൊരു ഭാവമാക്കി മാറ്റാം. അങ്ങനെ സൗരോർജ്ജം എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഇതുണ്ട്, പക്ഷേ അത് ഓരോരുത്തരും എങ്ങനെ അത് ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് അവരുടെ ജീവിതങ്ങൾ മാറ്റപ്പെടുന്നത്. ദൈവം എല്ലാവരെയും ഒരുപോലെ സൃഷ്ടിച്ചിരിക്കുന്നത്, പക്ഷേ അവർ ഉപയോഗപ്പെടുത്തുന്ന രീതി അനുസരിച്ച് അതിൻ്റെ ഫലം വ്യത്യസ്തമാകുന്നു. ഇനി പറയുകയാണ് 16-ാമത്തെ വാക്യം, സൈന്യ ബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നുമില്ല, ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു, തൻ്റെ ബലാധിക്യം കൊണ്ട് അത് വിടുവിക്കുന്നൊന്നുമില്ല. ഇവിടെ പറയുകയാണ് എന്നിട്ട് ഇവിടെ തുടർന്ന് വാക്യം കൂടെ വായിക്കാം, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നതിനു മേലും ഇരിക്കുന്നു, അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിക്കുവാനും തന്നെ. അതാണ് ഒരു പാർട്ട് 13 മുതൽ 19 വരെ. അവിടെ പറയുന്ന ഈ ചരിത്രങ്ങളെല്ലാം നമുക്ക് വസ്തുത കാണുവാനായിട്ട് സാധിക്കും. ഈ വാർ ഓഫ് അർബേല എന്ന് പറയും, അർബേല യുദ്ധത്തിലാണ് അവിടെ സംഭവിച്ച എന്താണെന്നറിയാം. അലക്സാണ്ടർ ദ ഗ്രേറ്റ് മാസിഡോണിയൻ ചക്രവർത്തിയായിരുന്നു. അദ്ദേഹം വന്ന് പേർഷ്യൻ എംപയറുമായിട്ട് യുദ്ധത്തിന് വന്നു. അപ്പോൾ പേർഷ്യൻ ദാരിയാവേശ മൂന്നാമനുമായിട്ട് യുദ്ധത്തിന് വന്നു. ഈ അർബേല യുദ്ധത്തെക്കുറിച്ച് പറയുന്നത്, ഈ അലക്സാണ്ടർ ദ ഗ്രേറ്റിന് 50,000 പേരെ ഉള്ളായിരുന്നു. എന്നാൽ ദാരിയാവേശിന് 10 ലക്ഷം പടയാളികളുണ്ടായിരുന്നു, സൈന്യം ഉണ്ടായിരുന്നു.
പക്ഷേ ആ യുദ്ധത്തിൽ ദാര്യാവേശ് ദാരുണമായി പരാജയപ്പെട്ടു. അലക്സാണ്ടറിൻ്റെ തന്ത്രവും എല്ലാം കൊണ്ടും ഈ ദാര്യാവേശ് പരാജയപ്പെടുക. 10,50,000 മുമ്പിൽ പെട്ടുപോയി. ചരിത്രം തന്നെ വസ്തുക്കൾ നിരത്തുകയാണ്. അങ്ങനെ എത്ര ഇത്. പിന്നീട് ഒരു ചരിത്രത്തിൽ ഇതാണ് ഏറ്റവും വലിയ അറിയപ്പെടുന്നതാണ് നെപ്പോളിയൻ വാട്ടർലൂ എന്നൊക്കെ പറയുന്നത്. അതായത് ഈ നെപ്പോളിയൻ യുദ്ധത്തിന് പോയി നെപ്പോളിയനെ തോൽപ്പിച്ചതാണ്. നെപ്പോളിയന് 5 ലക്ഷം പടയാളികളുമായിട്ട് റഷ്യക്കെതിരെ ചെന്നു. പക്ഷേ കഠിന ശൈത്യം, ആ ശൈത്യത്തിൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ എല്ലാവരും മരിച്ചു വീഴുക. അങ്ങനെയാണ് അവിടെ അവൻ പരാജയപ്പെടുന്ന സെൻറ്റ് ഹെലീന ദ്വീപിലേക്ക് നാടുകടത്തപ്പെടുന്നതൊക്കെ. അപ്പോൾ സൈന്യ ബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല എന്നുള്ള ചരിത്രത്തിൽ തന്നെ തെളിവാണ്. ജയത്തിന് കുതിര വ്യർത്ഥമാണ്. നമ്മൾ ഇന്നലെ ചിന്തിച്ച പോലെ ജയത്തിന് കുതിര വ്യർത്ഥമാണ്. ജയമോ യഹോവയുടെ കൈവശത്തിലിരിക്കുന്നു. അത് സദശവാക്യത്തിലൊരു വാക്യമാണ്. അവിടെ ഇവിടെ പറയുകയാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് സാധിക്കണം. യഹോവയുടെ ദൃഷ്ടി ഇനി ദൈവത്തിൻ്റെ ദൃഷ്ടി എവിടെ ഇരിക്കുക? യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്ന മേലിരിക്കുന്നത്. അവരുടെ പ്രാണനെ മരണത്തിന് വിടുവിക്കാൻ, ക്ഷാമത്തിൽ അവരെ ജീവൻ രക്ഷിക്കേണ്ടതിന് തന്നെ. ന്യൂയോർക്കിൽ നിന്ന് ലിവർപൂളിലേക്ക് കപ്പൽ കയറിയ ഒരു സ്ത്രീയെ നാവികനോട് ചോദിക്കുക, എത്ര ദിവസം കൊണ്ട് ലിവർപൂളിൽ എത്തുമെന്ന്. അപ്പോൾ നാവികൻ പറഞ്ഞു, ദൈവേഷ്ടമായാൽ 14 ദിവസം കൊണ്ടെത്തും. അപ്പോൾ ആ സ്ത്രീ ചോദിക്കുക, ദൈവേഷ്ടമോ? കടൽ വേലിയേറ്റവും വേലിയിറക്കവും തിരയോ കാറ്റോ ഒക്കെ ആരുടെങ്കിലും ഇഷ്ടപ്രകാരമാണോ സംഭവിക്കുന്നതെന്ന് ആ സ്ത്രീ ഒരു പുച്ഛസ്വരത്തിൽ ചോദിച്ചു. എന്നാൽ യാത്ര ഇങ്ങോട്ട് തുടങ്ങി ബോട്ട് പോയപ്പോൾ ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായി കൊടുങ്കാറ്റടിക്കാൻ കപ്പലുകളെ മറിയുകയാണ്. ഈ സ്ത്രീ പരിഭ്രാന്തയായി ക്യാബിൻ്റെ കഥയിൽ മുറുക്കി പിടിച്ചുകൊണ്ട് ഈ നാവികനോട് ഈ സ്ത്രീ അപ്പോൾ പറയുക, ഈ കാറ്റ് എപ്പോൾ ശമിക്കുന്നു? അപ്പോൾ നാവികൻ പറഞ്ഞു, ഏതാനും ദിവസങ്ങൾ കൊണ്ട് നീണ്ടു നിന്നേക്കുമെന്ന്. അപ്പോൾ സ്ത്രീ പറയാ, ആപത്ത് കൂടാതെ അങ്ങ് ചെന്ന് പറ്റാൻ പ്രാർത്ഥിക്കുക. അപ്പോൾ നാവികൻ ചോദിച്ചു, അപ്പോൾ ആദ്യം പറഞ്ഞില്ലേ ഇദ്ദേഹത്തെ സ്വന്തം ഇഷ്ടപ്രകാരം ഉണ്ടാകുന്നത് കാറ്റും കൊടുങ്കാറ്റൊക്കെ. അപ്പം നാവികൻ ചോദിക്കുക, ആരോടാ പ്രാർത്ഥിക്കേണ്ടത് എന്നുകൂടി പറഞ്ഞാൽ കൊള്ളാം. കാറ്റിനോടോ കടലിനോടോ കപ്പലിനോടോ കപ്പിത്താനോടോ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? അപ്പോൾ ആ സ്ത്രീയുടെ കണ്ണു തുറന്നാണ് പറയുന്നത്. അപ്പോൾ സർവശക്തനായ ഒരു ദൈവത്തിൻ്റെ സർവശക്തി പ്രകൃതിയിൽ പോലും നമുക്ക് ദർശിക്കാൻ പറ്റും. സംഹാര താണ്ഡവം ആടുമ്പോൾ ഇതൊക്കെ ചുമ്മാ കുരങ്ങിൽ നിന്ന് ഒന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ചുമ്മാ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് എത്ര ഫൂളിഷാണ്. അവന്മാർ പോലും മണ്ടനില്ലെന്നാണ് പറയുന്നത്. മുമ്പോട്ട് പോകാം. അവിടെ നമ്മൾ കാണുകയാണ്. അപ്പോൾ യഹോവ തൻ്റെ ഭക്തന്മാരുടെ മേൽ അവൻ്റെ ദയയ്ക്ക് വേണ്ടി പ്രത്യാശിക്കുക. അവൻ്റെ ദയ, അവൻ്റെ കരുണ, അവൻ്റെ വിശ്വസ്തത, അതാണ് നമ്മുടെ ആശ്രയം എന്ന് പറയുന്നത്. അവരെ മരണത്തിൽ രക്ഷിക്കും, ക്ഷാമത്തിൽ അവരെ ജീവനിലൂടെ രക്ഷിക്കും. എന്നിട്ട് പറയുക, കോമൺ ആയിട്ട് പറയുക, നമ്മുടെ ഉള്ളമേ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, അവൻ നമ്മുടെ സഹായവും പരിചയമാകുന്നു. അവൻ്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കിയാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും. യഹോവേ, ഞങ്ങൾ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നത് പോലെ നിൻ്റെ ദയ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നതിനുള്ള സന്തോഷവും ആനന്ദവും അത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കുന്നതല്ല. നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിലൂടെ അത് അനുഭവിക്കാൻ സാധിക്കുന്നവരാണ് ദൈവാശ്രയം എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഈ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിൻ്റെ ആലോചനയ്ക്കാണ് നമ്മളതിന് വിട്ടുകൊടുക്കുക. തൻ്റെ പുത്രനെ തന്നെ അതിലെ കർത്താവ് അതെല്ലാം കാണിക്കുന്നുണ്ട്. കാറ്റിനെ ശാസിക്കുക, കടലിനെ ശാസിക്കുക, തിരകളെ ശാന്തമാകാൻ പറയുക. അത് കേൾക്കുക, അത് ചെവിയുള്ളതുപോലെ ഉടനെ കേൾക്കുക, അല്ലേ? മണ്ണ് കുഴച്ച് കുരുടൻ്റെ കണ്ണിൽ പുരട്ടി സൃഷ്ടവാണെന്ന് തെളിയിക്കുക. എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടി, ദൈവത്തിൻ്റെ കരവിരുതെല്ലാം കർത്താവ് യേശുക്രിസ്തു നോക്കുക, എല്ലാം തെളിയിക്കുകയാണ്. നമുക്ക് അവനെ ആശ്രയിക്കുക. അവൻ്റെ സൃഷ്ടിയാണ് നാം, അവൻ്റെ കൈക്കൽ ആടുകളാണ് നാം. നമ്മളെ തന്നെ പരിമേൽപ്പിക്കുക. ദൈവമഹത്വം നമ്മളിൽ കൂടെ, ദൈവത്തിൻ്റെ ശ്രേഷ്ഠത നമ്മളിൽ കൂടെ വിളങ്ങട്ടെ. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ അത്യുന്നതമായ മഹാകൃപയ്ക്ക് മുമ്പിൽ മഹാദയയ്ക്ക് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ക്രൂശ് ഞങ്ങൾക്ക് വേണ്ടി ജീവനം നൽകുവാൻ തക്കൊണ്ട് ഞങ്ങളെ സ്നേഹിച്ച സ്വർഗസ്ഥ പിതാവാൻ ദൈവമേ, പുത്രൻ്റെ നാമത്തിൽ ഞങ്ങൾ ആശ്രയിക്കുമ്പോൾ ഞങ്ങൾ സൃഷ്ടി മാത്രമല്ല, ഞങ്ങൾ അവിടുത്തെ വിശേഷം മക്കളാണെന്നുള്ള പദവി ഞങ്ങൾക്ക് തരുന്നതിനെ ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു. മക്കളെങ്കിലും അവകാശികളുമാണ് തിരുവഴുത്തിൽ പറയുന്നു. നിൻ്റെ നിൻ്റെ സ്വഭാവത്തിനൊത്തോണം ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ. നിൻ്റെ സാക്ഷ്യമുള്ള മക്കളെ ഞങ്ങൾ ഇവിടെ നിന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ, നീതീകരിക്കണേ. എപ്പോഴും നിന്നിൽ ആനന്ദിപ്പാൻ ഞങ്ങൾക്കിടയായി തീരണേ. പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാ ദൈവത്തിൻ്റെ നാമം ഇന്ന് വന്നേക്ക് ഞങ്ങൾക്കൂടെ മഹത്വപ്പെടുവാനായിട്ട് തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.